അരമണിക്കൂർ. ആ, ഞാനിവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ, ഒന്ന് സംസാരിക്കട്ടെ. ആ, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം. ഇതിപ്പോ 10ാമത് പ്രാവശ്യം ഏട്ടൻ വിളിക്കുന്നത്, തിരിച്ചു വാന്ന് വേണം. ഞാൻ വരാം, ആയിക്കോട്ടെ, ശരി. എത്തിയില്ല, അതിനു മുമ്പ് അങ്ങോട്ട് വരാൻ വേണ്ടി വിളിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ഒന്നും ഇരിക്കാനൊന്നും സമയമില്ലല്ലോ. അഥവാ വരാണത് ഞാൻ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞിട്ട് വിളിക്കുമ്പോ അത് വരും, എടുക്കും, പോകും. എന്ത് ചെയ്യാനാമ്മ, അവിടെ ചെന്നിട്ട് അതിന് മാത്രമുള്ള കാര്യങ്ങളുണ്ട്. പിള്ളേരെ നേരെ സ്കൂളിലേക്ക് അയച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അവിടെയുള്ള പണികളും ബാക്കി എല്ലാം കൂടി തീർക്കാൻ വേണ്ടിട്ട്. അമ്മ പറഞ്ഞില്ലേ കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടെന്ന്, അത് കേട്ടപാടെ ഞാൻ ഇങ്ങോട്ട് വന്നത് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അത് ഏട്ടനാണെങ്കിൽ വേഗം വാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോ എത്തിയിട്ടുണ്ടാവും, ഇനിയിപ്പോ ചായ കൊടുക്കണം പോയിട്ട്. അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്കല്ലേ മോളെ വന്നിരിക്കുന്നത്? ഇവിടെ എല്ലാവരുടെ ഒപ്പം ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചിരിക്കുന്ന ആഗ്രഹമില്ല? ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുക്കാൻ അവൻ അറിയില്ല? ചായ എടുത്ത് കുടിക്കാം. എന്താ ഇവിടുത്തെ ഏട്ടനെ പോലെയാന്ന് വിചാരിച്ചോ? ഭാര്യയ്ക്ക് എല്ലാ പണിയും ചെയ്തു കൊടുത്തിട്ടാണ് അവൻ ഓഫീസ് പോണത്. എന്റെ ഭർത്താവേ നല്ല ആൺകുട്ടിയാ, സ്വന്തമായിട്ട് ചായ ഒന്നും എടുത്തൊന്നും കുടിക്കില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞോ എന്റെ ഭർത്താവ് ഒരു പണിയും ചെയ്തു തരില്ല എന്നുള്ളത്? കുറച്ചും കൂടി കഴിയുമ്പോ അങ്ങോട്ട് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമില്ലാത്തത്. ഏട്ടനാണെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഞാൻ ഇങ്ങോട്ട് വരികയില്ല എന്ന് പറയും. ഇതന്നെയാ കാരണം. കാണുമ്പോ എന്നോട് ഇങ്ങനെ ഓരോരോ കുറ്റം പറഞ്ഞു തരുമല്ലേ ഏട്ടനെ കുറിച്ച്. ഓ, നിങ്ങൾ ആരും ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ രണ്ടാളുടെ കാര്യങ്ങളൊക്കെ നന്നായി നടത്തി തന്നില്ലേ? നിങ്ങളൊക്കെ സെറ്റിൽ ആകുകയും ചെയ്തു. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ എടുത്തിട്ട് പോ. ഇനിയിപ്പോ നിന്റെ ഭർത്താവിന് പണക്കാൻ നിൽക്കണ്ട. പിന്നെ ഞാൻ ഈ കപ്പ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണോ ഇത്രയും തിരക്കിട്ടിട്ട് ഓടി വന്നത്? അമ്മ കുഞ്ഞിനെ സ്കേറ്റിംഗ് ക്ലാസ്സിന് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഏട്ടൻ പറഞ്ഞാൽ സ്കേറ്റിംഗ് മാത്രം പോരാ, ബാഡ്മിന്റണ് വിടണം, ഫുട്ബോളിന് വിടണം, വേറെ സ്വിമ്മിങ്ങിന് വിടണം എന്നൊക്കെ. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇതിന് മാത്രം വിട്ടു. ഇതിപ്പോ ഫീസ് കൊടുക്കാൻ 2 ദിവസമേ ഉള്ളൂ, 7000 രൂപ കൊടുക്കണം. അന്നേരമാണ് എന്നോട് പറഞ്ഞത്, ഇതൊക്കെ നിന്റെ വീട്ടുകാരോട് ചെയ്യാൻ പറ, പഠിപ്പിക്കുന്നുണ്ടല്ലേ ഞാൻ, എന്തെങ്കിലും സഹായം അവരും ചെയ്യണ്ടേ, അങ്ങനെയല്ലേ വേണ്ടതെന്ന്. അങ്ങനെ അവിടെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ് 7000 രൂപ? എന്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒന്നും ഇല്ലാത്തവരൊന്നും അല്ല. ഞാൻ അച്ഛനോട് 7000 രൂപ വാങ്ങിട്ട് പോട്ടെ. ഇതിന്റെ പേരിൽ എനിക്ക് കുഞ്ഞിന്റെ സ്കേറ്റിംഗ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ എപ്പോഴമ്മ വരിക? അത് ശരി, അപ്പൊ നീ പൈസ വാങ്ങാൻ വേണ്ടി വന്നാണല്ലേ? എനിക്ക് തോന്നുന്നില്ല അച്ഛന്റെ പൈസ ഉണ്ടാവുന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഉള്ള പൈസയൊക്കെ ചേർത്തിട്ട് 20,000 രൂപ അച്ഛന്റെ കൊടുത്തതാ. ഒരു ചിട്ടി ചേർന്നിട്ടുണ്ട്, അത് അടയ്ക്കാൻ വേണ്ടിട്ട്. ചിട്ടിയോ? ഈ കാര്യം എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അറിയാണ്ട് അച്ഛൻ എന്താ ചിട്ടി? അച്ഛന്റെ പേരിലൊന്നും അല്ല, എന്റെ പേരിലെ ചിട്ടി. പിന്നെ അതിപ്പോ നിങ്ങളെ കൊണ്ട് പറയാൻ മാത്രമൊന്നും ഇല്ല മക്കളെ. എല്ലാ മാസവും കുറച്ച് കുറച്ച് കിട്ടുന്നതിനെ മാറ്റി വെച്ചിട്ട് എങ്ങനെയൊക്കെയോ അത് അടച്ചു പോവുക. ഇനിയിപ്പോ 2 എണ്ണേ ഉള്ളൂ, കഴിഞ്ഞു. ഇതുവരെ 12, 13 അടച്ചുകൊണ്ട് പോയത്. ഇപ്പൊ എന്താന്ന് അറിയില്ല, കുറി കഴിയാനായതുകൊണ്ടായിരിക്കും 20,000 വേണം പറഞ്ഞിട്ട് അച്ഛൻ 20,000 രൂപയും കൊണ്ട് പോയത്. അപ്പൊ മാസം ഈ 15, 20 മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അച്ഛനമ്മ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. കൊറേ പൈസ ഉണ്ടല്ലേ കയ്യില്? പിന്നെ കൊറേ പൈസ നിങ്ങൾക്കൊക്കെ ഇല്ലേ? 40, 30 ഒക്കെ ഒരുപാട് കുറികള്. ഇതിപ്പോ എങ്ങനെയൊക്കെയോ മനുഷ്യർ ഉള്ള പൈസയൊക്കെ നുള്ളി പെറുക്കി ഒന്ന് വെച്ചതാ. ഇതുവരെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾക്കും വേണ്ടിട്ട് എന്തെങ്കിലും. കുറി തീരാനെന്നല്ലേ പറഞ്ഞ? എത്ര കിട്ടുമ്മ? അത് 10 ലക്ഷത്തിന്റെ. 10 ലക്ഷം? പിന്നെ അമ്മ വെറുതെ പറയല്ലേ? ആ മോളെ, 10 ലക്ഷത്തിന്റെ കുറിയാ. 10-50 മാസമായി അടയ്ക്കുന്നു. അല്ല, അതിലും കൂടുതലായിരുന്നു എനിക്ക് തോന്നുന്നത്. അതിനിപ്പോ നഷ്ടമൊന്നും വന്നില്ലല്ലോ അമ്മ. അതിപ്പോ കിട്ടാൻ പോകുന്നത് 10 ലക്ഷം അല്ലേ? എന്നാ ചെറിയ തുകയാ. അത് മാസം 12, 13 അടച്ചിട്ടേ അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടും ഉണ്ടാവില്ലേ. പക്ഷെ എന്നാലും ഞങ്ങളോട് പറയാത്ത കുറച്ച് മോശമായി. ഇപ്പൊ ദീപേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വിഷമിക്കും. എല്ലാം ഇത്രയും സ്നേഹത്തോടെ നടന്നിട്ടേ അച്ഛനമ്മ ഇത് മറച്ചു വെച്ചെന്ന്. ഇതിലിപ്പോ എന്താ മോളെ അതിന് മാത്രം പറയാനുള്ളത്? അല്ലെ, അതും ശരി. ഇതിലിപ്പോ എന്ത് പറയാനാ? ഇനിയിപ്പോ നാളെ വന്നാൾ ആ പൈസ കിട്ടിയാൽ തന്നെ അതുകൊണ്ട് ഇപ്പൊ അച്ഛനമ്മയ്ക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്താ ആവശ്യങ്ങളുള്ളത്? വീടിന് വീടായി, ഒരു വണ്ടിക്ക് വണ്ടിയായി, പിന്നെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ അച്ഛന്റെ പെൻഷനിൽ നടന്നും പോകുന്നുണ്ട്. പിന്നെ കുരിന്റെ പൈസ കയ്യിൽ കിട്ടുമ്പോഴേ എന്റെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അമ്മ. അമ്മ നേരത്തെ പറഞ്ഞത് ശരിയാ, ഏട്ടനില്ലെങ്കിലും കുറച്ച് ഭരണം കൂടുതലാ. എടി ചായ, എടി തുണി അലക്ക്, എടി അയൺ ചെയ്ത് വെക്കുന്നോണ്ട് എന്റെ ദൈവമേ അടിമപ്പണി എടുപ്പിച്ചോണ്ടിരിക്കുക ഓരോ ദിവസവും. സത്യം പറഞ്ഞാൽ എനിക്കിത് മതിയായി. അവരെ കയ്യിൽ നിന്ന് 100, 500, 200 ഒക്കെ കൈനീട്ടി വാങ്ങുമ്പോഴേ അവര് വിചാരം നമ്മളെന്തോ ഒന്നും ഇല്ലാത്ത അടുത്തുനിന്ന് വന്നതാണ്. ഇത് കഷ്ടം. നോക്കണേ അമ്മ കുറച്ചു കാലം ഒരു ആഗ്രഹം മനസ്സ് കൊണ്ട് നടക്കുന്നു. ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങണം. എന്നിട്ട് കുറച്ച് പെൺപിള്ളേരെ പണിക്ക് വയ്ക്കണം, കുറച്ച് മെഷീനൊക്കെ വാങ്ങിയിട്ട് നല്ലൊരു ബിസിനസ് തുടങ്ങണം. പക്ഷെ എനിക്ക് ഒരു തൽക്കാലം ഒരു 8 ലക്ഷം ഒക്കെ മതിയാവും. അച്ഛനമ്മയ്ക്കാണെങ്കിൽ ഇപ്പൊ അത് തരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങൾക്കാണെങ്കിൽ വേറെ ആവശ്യങ്ങളും ഇല്ല. ബാക്കി 2 ലക്ഷം FD കിട്ടോ. എന്റെ കാര്യം ഒന്ന് അച്ഛനോടും കൂടി ഒന്ന് പറയണമ്മേ. ഞാൻ വിളിച്ചു നോക്കട്ടെ എവിടെ എത്തിയെന്ന് വിചാരിച്ചിട്ട്. ഈ അച്ഛൻ എങ്ങനെ പോയി കഴിഞ്ഞാ പിന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് വരും.
കഴിക്കും മോനെ, ഇവിടെ ഉണ്ടായതാ. മതിയമ്മേ, എത്രന്ന് വെച്ചിട്ടാ കഴിക്കുക? അല്ല, അച്ഛൻ എപ്പോഴാ വരിക? ഞാൻ കുറെ നേരം വിളിച്ചു നോക്കി, അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. ചിലപ്പോ ചിട്ടിന്റെ ലേലം വിളിക്കുന്ന ടൈം ആയിരിക്കാം. ആ സമയത്ത് അച്ഛൻ എപ്പോഴും മൊബൈൽ സൈലന്റ് ആക്കി വെക്കലുണ്ട്, അതാ കിട്ടാത്തത്. ആ, എന്നാ പിന്നെ എന്തായാലും അച്ഛൻ പതുക്കാറുടെ. അച്ഛൻ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഏട്ടനെന്താ പെട്ടെന്ന്? ആ, നീ ഉണ്ടായിരുന്നു ഇവിടെ? ആ, ഞാന് അച്ഛനെയും അമ്മയും ഒന്ന് കാണാൻ തോന്നി, അതുകൊണ്ടാന്നതാ. ഏട്ടനോ? ഞാനും അതിന് തന്നെ വന്നേ, അച്ഛനും അമ്മയും കാണാൻ. അത് നേരത്തെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മോളെ. അവന്റെ തോട്ടത്തിൽ പണിക്കാരുണ്ട്, അമ്മയും അച്ഛനെയും ഒന്ന് അവിടെ നിൽക്കാൻ പറയാൻ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ അച്ഛൻ പൂറിന്റെ പൈസ കൊടുക്കാൻ പോയിരിക്കണം എന്നുള്ളത്. അങ്ങനെ വന്നതാ അവൻ. അത് നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കാം. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഇവിടെ എന്ത് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും തിരിഞ്ഞു നോക്കാത്ത ആളല്ലേ ഏട്ടൻ. ഇത് പെട്ടെന്ന് അച്ഛനും അമ്മയോട് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. അമ്മ കുറിന്റെ കാര്യം പറഞ്ഞ പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല അല്ലേ, അങ്ങനെ ഓടി വന്നതാ. നീ വെറുതെ നല്ല പിള്ള ചമയൊന്നും വേണ്ട. എനിക്കറിയില്ല നിന്നെ കുറിച്ച്. വീട്ടിൽ എന്തെങ്കിലും ചക്കയോ മാങ്ങ ഉണ്ടാവുമ്പോ നീ ഇവിടെ വരാ പെറുക്കി കൊണ്ടാൻ. അല്ലാണ്ട് അച്ഛനോട് അമ്മയോടുള്ള ഇഷ്ടമാണോ നീ വരുന്നത്? അമ്മ നിന്നോട് കുറിന്റെ കാര്യം പറഞ്ഞു അല്ലേ, അതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ, എന്നാൽ അതിന് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. എന്തിനേട്ടാ ബാക്കിയുള്ളവരുടെ കഞ്ഞിക്കലത്തിൽ കൈയിട്ട് വരാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇല്ലേ? ഭാര്യ വീട്ടിൽ നിന്ന് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടാ പോരെ. ഇത് എന്തിനാ എന്റെ കഞ്ഞിക്കുടി മുട്ടിക്കാൻ ഇറങ്ങിയേ? എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അവതാരത്തിലല്ല. അതുകൊണ്ട് നീ ആ കാര്യം വിട്. എന്റെ അച്ഛന്റെയും അമ്മേന്റെയും പൈസ എനിക്ക് അവകാശപ്പെട്ടത്. നിന്റെ കല്യാണത്തിൽ നിനക്ക് കുറെ സ്വർണവും പൈസ തന്നിട്ട് കെട്ടിച്ചുവിട്ടല്ലേ. അതുകൊണ്ട് ഈ പൈസ ഓർത്തിട്ട് നീ വെള്ളിറങ്ങി ഇവിടെ നിൽക്കാൻ നിൽക്കണ്ട. ഇതും കൊണ്ടേ ഞാൻ പോകും. എന്നാൽ എനിക്കൊന്ന് കാണണം. പെങ്ങന്മാരെ കല്യാണം കഴിച്ച് അയച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ ഒരോ അവകാശമില്ല എന്ന് പറഞ്ഞൊക്കെ പണ്ടത്തെ കാലം. ആ ഇന്നത്തെ കാലം നടക്കില്ല. അച്ഛന്റെ അമ്മേന്റെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ അത് എനിക്കും കൂടി അവകാശപ്പെടുത്താം. എനിക്ക് വേണ്ട പൈസ മുഴുവൻ വാങ്ങി എടുത്തിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും. ഹലോ എടി, ഞാനിവിടെ ഇപ്പൊ എത്തിയല്ലേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയാ. നീ കുറച്ചേരം സമാധാനത്തോടെ ഇരിക്കേ, ഒന്ന് സംസാരിക്കട്ടെ. അതിന്റെ ഇടയ്ക്കല്ലേ പ്രതീക്ഷിക്കാത്തൊരു പാര വന്ന് കയറിയത്. ആ നിക്ക്, ഞാൻ വിളിക്കാം. ഈ അമ്മ ഇങ്ങോട്ട് എന്തായാലും ഉണ്ടാവുമ്പോഴേക്കും വിളിച്ചങ്ങനെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? എത്ര മാസം ഒന്നും വേണ്ടാണ്ട് ലാസ്റ്റ് പൈസ കിട്ടുന്ന സമയത്ത് ഇത് മൊത്തം കൈവിട്ടു പോണ പോലെയാണോ തോന്നുന്നത്. ഇതെന്തമ്മേ, അച്ഛനൊന്ന് സ്കൂട്ടർ എടുക്കാണ്ട പോയിരിക്കുന്നേ? ഇല്ല മോനെ, വണ്ടി ഇപ്പൊ അച്ഛൻ കൊണ്ടുപോകുന്നില്ല. 2-3 മാസം അച്ഛൻ ബസ്സിന് പോകുന്നു. എന്തിനാ അത് കൊണ്ടുപോകുന്നത്? പാതി ദൂരം പോകും, അത് കേട് വരും, പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കും, പിന്നെയും പൈസ കൊടുക്കും. ഇതന്നെ പണി. അവിടെ നിർത്തിയിട്ടിരിക്കുക. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ വണ്ടി കംപ്ലൈന്റ് ആള് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത്. പക്ഷെ വണ്ടീന്റെ കണ്ടീഷനേ ഇത്രത്തോളം അബുധാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. പിന്നെ വണ്ടിന്റെ കണ്ടീഷൻ അബദ്ധമായിരുന്നെങ്കിൽ ഏട്ടൻ അങ്ങ് മാറ്റി കൊടുക്കുമായിരുന്നു. പറയുന്നതായിരിക്കും ഭയങ്കര കെയറിങ് ആണ് അച്ഛന്റെ കാര്യത്തിൽ. ഞാനെങ്കിലും ചക്കയും മാങ്ങിക്കും വേണ്ടി ഇടയ്ക്കെങ്കിലും വരുന്നുണ്ട്. ഏട്ടൻ അതുപോലും ചെയ്യുന്നില്ലല്ലോ. ഇതിപ്പോ എത്ര മാസം കണ്ടാണോ വരുന്നത് അമ്മ? 8 മാസം കഴിഞ്ഞിട്ടോ? എടി, ഞാൻ 8 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിലേ നിന്നെ പോലെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ടല്ല വരുന്നത്. അമ്മേ, അച്ഛന്റെ വണ്ടിയെ ഞാൻ ഇപ്രാവശ്യം എന്തായാലും മാറ്റി കൊടുക്കും. മാറ്റി കൊടുക്കും. നല്ല ആളായി പറയുന്നത്. അമ്മ ഏട്ടൻ പറയുന്നത് കേട്ടോ, അതിൽ വീണു പോകാൻ നിൽക്കല്ലേ. 10 രൂപ ഇവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് അങ്ങോട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അല്ലാണ്ട് 1 രൂപ ഏട്ടൻ ചെലവാക്കില്ല. അന്ന് വണ്ടി പഞ്ചറായപ്പോഴേ അത് നേരായി കൊടുക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ആളാ ഇപ്പൊ വണ്ടി മാറ്റി കൊടുക്കാൻ നിൽക്കുന്നത്. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഞാൻ നിന്റെ ഭർത്താവിനെ പോലെ കഞ്ചൂസാണോ? നിന്റെ പറച്ചിലായിട്ടാ തോന്നുന്നു നീയാണ് ഈ വീട്ടിൽ എല്ലാം ചെയ്തു കൊടുത്തതെന്ന്. എടി, ഇതാ ഒരാഴ്ചന്റെ ഉള്ളിൽ ഇവിടെ വണ്ടി ഇവിടെ എത്തും. അമ്മ അച്ഛനോട് പറഞ്ഞേക്ക് അടുത്ത ആഴ്ച മുതൽ അച്ഛന് പുതിയ വണ്ടിയിൽ ഷോപ്പിലേക്ക് പോവാന്ന്. ബസ്സിനൊന്നും പോകണ്ടെന്ന് പറയാം. എന്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഷോറൂമിൽ, അവനെ ഞാൻ വിളിച്ചു പറയാം. പുതിയ വണ്ടി ഇവിടെ എത്തും. ഓ, ഇപ്പോഴാണ് ഒരു സമാധാനം. വണ്ടി അവൻ വാങ്ങി തരാ പറഞ്ഞല്ലോ. ഇതുവരെ ടെൻഷനായിരുന്നു. അച്ഛന്റെ വണ്ടി കേട് വന്നു, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്ന നടന്നു തന്നെ പോകണ്ടേ എന്ന് പറഞ്ഞിട്ട്. ഒരു സ്കൂട്ടറിന് എന്തായാലും 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം അപ്പുറം കിടക്കില്ല. ബാക്കി 8 ലക്ഷം പോലും അടിച്ചെടുക്കാനും പരിപാടി. അങ്ങനെ വിട്ടാ പറ്റില്ല. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. കുറച്ച് ദിവസം നിന്നിട്ടാണെങ്കിലും കാര്യങ്ങളെല്ലാം ശരിയാക്കിയ ശേഷം ഞാൻ വരൂ. പേടിക്കണ്ട. അങ്ങനെ ഒരാൾക്ക് മാത്രം പൈസ പോകുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ ഏട്ടൻ ഈ പൈസന്റെ ആവശ്യമൊന്നുമില്ല. ഇത് അത്യാർത്ഥി കാരണം വാങ്ങിയെടുക്കാൻ നോക്കുന്നതാ. എങ്ങനെയാണെങ്കിലും ഒരു 8 ലക്ഷം ഞാൻ എന്റെ കയ്യിലാക്കും, എന്നിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ. ഇപ്പൊ ഞാൻ വിളിച്ചത് അതിനൊന്നും അല്ല. ഈ പൈസ കിട്ടണം എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടില്ല. 1.5 ലക്ഷത്തിന്റെ ബൈക്കാണ് വാങ്ങിക്കൊടുക്കാൻ പോകുന്ന അച്ഛന്.
അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു അച്ഛൻ പൈസ അവന് കൊടുക്കുന്നുള്ളത്. അതെ, അതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. നിങ്ങൾ പറയാം എന്താ വാങ്ങിക്കൊടുക്കാന്നുള്ളത്? എന്ത് എന്ത് ഫ്രിഡ്ജോ? ഓ, ഫ്രിഡ്ജൊക്കെ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ അന്ന് ഫ്രിഡ്ജ് വാങ്ങിക്കാൻ നമ്മളോട് കുറച്ച് പൈസ വെച്ചിട്ടുണ്ടല്ലേ? അന്നേരം നിങ്ങൾ എന്താ പറഞ്ഞത്? മൺകലത്തിൽ വെള്ളം എടുത്തിട്ട് നിന്റെ അച്ഛനും അമ്മയോട് കുടിക്കാൻ പറ, അതിന് ഇതിനേക്കാളും തണുപ്പുണ്ടാവും. ഇത് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പൈസയും കൂടി ഇല്ലാണ്ടാവും. നിങ്ങൾ വേറെ എന്തെങ്കിലും പറയും. എന്ത് മുറ്റത്ത് ടൈലിടാനോ? അതൊക്കെ അവർ ഇട്ട് കഴിഞ്ഞു. നിങ്ങൾ വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ട് പറയേ. കൊടുത്തയക്കാന്നാ? എന്നാ കൊടുത്തയക്കേ, ഞാനിവിടെ കാത്തുക. ചേട്ടന് മുമ്പിൽ എനിക്കൊന്ന് പിടിച്ചു നിൽക്കണം. ആ, ഓ, വിലയിൽ എന്തെങ്കിലും കൊടുത്തു വെച്ചാൽ മതിയേ. ഇതേത് ഷെയറ്? കൊള്ളാലോ. ഇതെപ്പോ ഇതമ്മേ? ദീപക്ക് പറഞ്ഞു കൊണ്ട് പയ്യനെ ഇവിടെ കൊണ്ടിട്ടതാ. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ദീപക്ക് കൊണ്ടുവന്നതോ? അതെ, ദീപക്കേട്ടൻ. എന്റെ ദീപേട്ടനെ സ്പെഷ്യലായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട ചെയറാ അത്. ദീപേട്ടൻ നേരിട്ട് ഇങ്ങോട്ട് വരാൻ സമയമില്ലാന്ന്. സമയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഏട്ടൻ വരുമായിരുന്നു. അപ്പൊ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഒരു പയ്യനെ വിളിച്ച് ആ ഫർണിച്ചർ ഷോപ്പിൽ നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പറഞ്ഞതാ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്നോട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ, നിന്നെ ഇവിടെ നിക്കാൻ പറഞ്ഞ എന്തിനാ എനിക്ക് മനസ്സിലായി. പക്ഷെ 400 രൂപന്റെ 2 ചെയറും കൊടുത്തു വിട്ടിട്ടേ 10 ലക്ഷം രൂപന്റെ കുറി അടിച്ചു മാറ്റാൻ നിൽക്കുന്ന നിന്റെ ഭർത്താവിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. കുറി അടിച്ചെടുക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്ത ചെയറൊന്നും അല്ല അത്. ഇവിടുത്തെ കഷ്ടപ്പാട് കണ്ടിട്ട് വാങ്ങി തന്ന അമ്മ. ഇവിടെ സോഫ മാത്രമല്ലേ ഉള്ളൂ, മരയ്ക്ക് നല്ലൊരു ചെയർ ഉണ്ടോ? സോഫയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് നടുവേദന വരണേ. കല്യാണത്തിന് മുമ്പേ ഒരു ഡോക്ടർ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ചെയറിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. അതിനുവേണ്ടി മാത്രം ഞാൻ വാങ്ങിക്കൊടുത്ത ചെയറാ അത്. അല്ലെങ്കിലും കുറി കിട്ടണമെങ്കിൽ എനിക്ക് ചെയർ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞാൻ ആദ്യമേ അമ്മയോട് പറഞ്ഞതാണ് എത്ര രൂപ വേണമെന്നുള്ളത്. അത് അമ്മയ്ക്ക് അറിയാം. അത് അമ്മ എനിക്ക് തരുകയും ചെയ്യും. നീ എന്നോട് 8 ലക്ഷം വേണമെന്നല്ലേ പറഞ്ഞത്? ആ, 8 ലക്ഷം കേട്ടില്ലേ? ബാക്കി 2 ലക്ഷം അമ്മ എന്ത് വേണം ചെയ്തോ, അതിലൊന്നും എനിക്ക് ഒരു വിരോധവും ഇല്ല. ഞാനേ ഈ നക്കാപ്പിച്ച വാങ്ങാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ അമ്മ എന്തിനാ 8 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞത്? 2 ദിവസം കഴിഞ്ഞാലേ 1.5 ലക്ഷം രൂപന്റെ ബൈക്കാണ് ഇവിടെ എത്താൻ പോകുന്നത്. എനിക്ക് അമ്മ ഒരു 7 ലക്ഷം രൂപ തന്നാൽ മതി. 2.5 അമ്മ എന്ത് വേണേ ചെയ്തു, ഒരു കുഴപ്പമില്ല എനിക്ക്. ആ, തര 7.5 ലക്ഷം. അതും സ്വപ്നങ്ങളോട് കാത്തിരുന്നോ? എന്തിന്റെ കുറവാ അമ്മ ഏട്ടനുള്ളത്? ഈ ആർത്തിപ്പണ്ടാരെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആർത്തിപ്പണ്ടാരം ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തൊക്കെ കഷ്ടപ്പാടാണ് എനിക്കുള്ളത്. പെങ്ങന്മാർക്ക് കൊടുക്കുന്ന ആങ്ങളമാരെ ഈ ലോകത്ത് മുഴുവൻ കണ്ടിട്ട് ഇത് അങ്ങോട്ട് വേണം എന്നുള്ളത്. ഭാര്യന്റെ സ്വർണ്ണ ഇഷ്ടം പോലെ ഇല്ലേ? അതെന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ പോരെ. ഞാനേ ഈ ചെയർ മാത്രം കണ്ടുകൊണ്ടല്ല അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒരു വള സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുക. അത് അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ആ പൈസയും വാങ്ങിക്കൊണ്ട് പോകും. നിങ്ങൾ കൊണ്ടുവന്ന ആ പാട്ട വണ്ടിയല്ലേ, സ്വർണത്തിന്റെ അത്ര മതിപ്പൊന്നും ആ വണ്ടിക്കില്ലല്ലോ. ഇതമ്മ വള. ഇത് അമ്മയ്ക്ക് ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞുണ്ടാക്കി കൊണ്ടുവന്നത്. അത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഇത്ര നേരം ഞാൻ ഈ കാര്യം പറയാതിരുന്നത്, ഒരു കാര്യം ഞാൻ അമ്മയ്ക്ക് ചെയ്യുമ്പോൾ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അത് ചിലരുടെ ചീപ്പ് സ്വഭാവം. ഇതമ്മ എനിക്ക് കൂടി തന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ അമ്മ ഇതിട്ട് കണ്ടാതെ എന്റെ സത്യസന്ധത ചോദ്യം ചെയ്തായിട്ട് അമ്മയെടുത്ത് എനിക്ക് വേണ്ട. നിർത്തണ നിന്റെ കള്ളക്കാശിന്. 1/2 മണിക്കൂറിൽ നിൽക്കാൻ സമയമില്ല. അവൻ 2 കിലോ കപ്പ ഇവിടെ വാങ്ങി വെച്ചിട്ട് വരുമ്പോ എടുക്കാൻ വന്നല്ലേ നീ വന്നിട്ട് 10 ലക്ഷം കുറിയും കൊണ്ടുപോകണല്ലേ ഈ വളയും തന്നിട്ട്? നീ വള എനിക്ക് തരാൻ വേണ്ടി മേടിച്ചതാ? നിന്റെ കള്ളത്തിൽ ഇന്നത്തോടെ നിർത്തിക്കോ. നിനക്ക് 7.5 ലക്ഷം മതിയില്ലേ? 1.5 ലക്ഷത്തിന് ബൈക്ക് വാങ്ങിയിട്ട് 7.5 ലക്ഷം കൊണ്ടുപോകണം. എനിക്കും അച്ഛനും സുഖമില്ല പറഞ്ഞ 100 പ്രാവശ്യം പിന്നെ തിരിഞ്ഞു നോക്കൂടെ നീ? ഇപ്പൊ കുറിയുണ്ടെന്ന് പറഞ്ഞ പാഞ്ഞിവിടെ എത്തി, എല്ലാ തിരക്കും ഉപേക്ഷിച്ചിട്ട്. എന്നും ഇതൊക്കെ സ്നേഹം കണ്ട് രണ്ടും കൂടി ചുറ്റിപ്പെട്ട് നിൽക്കുമ്പോഴേ എനിക്ക് മനസ്സിലായതാ നിങ്ങൾ എവിടം വരെ പോകും നോക്കട്ടെ വിചാരിച്ചതാ ഞാൻ. ഇതാ 2 ചെയർ വാങ്ങിക്കൊണ്ടുവരുന്നു, വളയൂരി തരുന്നു. ഇത് അവരുടെ വണ്ടി കൊണ്ടുവരത്ര 1.5 ലക്ഷത്തിന്റെ. നിങ്ങളൊക്കെ എന്താ വിചാരിച്ച് ആ 10 ലക്ഷത്തിന്റെ കുറി എടുത്ത് നിങ്ങളുടെ കൈ തരുന്നുള്ളതാ? ആ കുറി കിട്ടിയാലേ ഇതൊക്കെ ഞങ്ങൾക്ക് സ്വന്തം തന്നെ വാങ്ങാൻ അറിയാം. അത് കണ്ടിട്ട് എന്റെ മക്കൾ ആരും ഇവിടെ നിൽക്കണ്ട. അച്ഛൻ വരാൻ സമയമായി. ഇനിയിപ്പൊ അച്ഛന്റെ വായിലിരിക്കുന്നത് കൂടി കേട്ടിട്ടേ പോകുന്നുണ്ടെങ്കിൽ 2 ഇവിടെ ഇരുന്നോ, ഞാൻ പോയി ചായ ഉണ്ടാക്കി തരാം. അല്ലെങ്കിൽ ഇതാ 2 കൂടി ഇവിടെ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളെ. ഇനി എന്ത് നോക്കി നിൽക്കാ നീ? എന്നോട് വരികയാണെങ്കിൽ വാ, ഞാൻ നിന്നോട് ഡ്രോപ്പ് ചെയ്യാം. ആ, വരാം. ആ വാളയെങ്കിൽ താമ 60,000 മുതലാ. അതിന് വെറുതെ തരാൻ പറ്റില്ല. ഏട്ടാ വാ ഏട്ടാ. നീ പോകുമ്പോഴേ ഈ 2 ചെയറും കൂടി കൊണ്ടുവയ്ക്കോ. ഇനിയിപ്പൊ ഇതിന്റെ പേരില് ലക്ഷങ്ങൾ നിന്റെ ഭർത്താവിനും കൂടി ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തരാനില്ല. ഒന്ന് സഹായിക്കാണ് ചെയർ എടുക്കാൻ വേണ്ടിട്ട്. നീയല്ല ഇവിടുന്ന് വാങ്ങിട്ടത്, വേണമെങ്കിൽ എടുത്തിട്ടോ, എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. ഒരു ഉപകാരമില്ലാത്ത ഒരാളാണ് എനിക്ക് കിട്ടിയത്. ഇനി ഇങ്ങോട്ട് വരുന്നില്ല. കാപ്പി മടം ചക്കി മടം തേങ്ങ ഒന്നും
ഇതാണ് മക്കള്. 10 രൂപ അച്ഛൻ്റെ അമ്മന്റെ കയ്യിലുണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കാണ്ട് അവർക്ക് ഇരിക്കെ പൊറുതി ഉണ്ടാവില്ല. അഥവാ അവർ 1 രൂപ ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന് 100 രൂപ അങ്ങോട്ട് മുതലാക്കും.